ഈ കാണുന്ന പടം ഇത് സബ് കോൺഷ്യസ് മൈൻഡിനെയാണ് കാണിക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ മനസ്സ് നിറച്ച്, കഴിഞ്ഞ ദിവസത്തെ ഫ്രീ വെബിനാർ നമ്മളിത് കാണിച്ചായിരുന്നു, മുഴുവൻ മുള്ളുകളുള്ള ചെടികൾ കൊണ്ട് നിറഞ്ഞായിരിക്കുന്നു. മുള്ളുകളുള്ള ചെടി എന്ന് പറഞ്ഞാൽ ഇറ്റ് സ്റ്റാൻഡ് ഫോർ നെഗറ്റീവ് ചിന്തകൾ. നെഗറ്റീവ് ചിന്തകൾ എന്ന് പറഞ്ഞാൽ ദേഷ്യം, സങ്കടം, പേടി, വെറുപ്പ് എന്ന് വേണ്ട, അസൂയ, അരിശം, ഇതെല്ലാം ഉണ്ട്. അതെല്ലാം കൂടെ കൂടിയത്. അതിലിപ്പോൾ ഈ ഒരെണ്ണം ഉണ്ടെങ്കിലും മതി, ബാക്കിയുള്ളതിനെല്ലാം ഇത് നശിപ്പിച്ച് കളയും. അപ്പം നിറഞ്ഞ് ഒരു നെഗറ്റീവ് ചിന്ത ഉള്ളിലുണ്ടെങ്കിൽ ഇതുപോലെ ആയിരിക്കും നമ്മുടെ മനസ്സിരിക്കുന്നത്, നിറച്ച് മുള്ളുകളായിരിക്കും. അപ്പോൾ നമ്മൾ ആരുമായിട്ട് ബന്ധപ്പെടുന്നോ, ആരുമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് സംഗതികളുമായിട്ട് എന്ന് പറഞ്ഞാൽ ജന്തുക്കളായിട്ടോ സസ്യങ്ങളായിട്ടോ മനുഷ്യരായിട്ടോ കാലാവസ്ഥയായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓർഗനൈസേഷനായിട്ടോ നമ്മൾ ഇൻട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ മുള്ളൊക്കെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നാണ് പറഞ്ഞ കാര്യം. കാരണം അതെല്ലാം നമ്മുടെ വാക്കുകളിൽ കൂടെയും പ്രവൃത്തികളുടെയും പുറത്തേക്ക് വരും. അപ്പൊ അതിനെ നമ്മൾ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം ഇതെല്ലാം പറിച്ചു കളയണം. ഈ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ എന്ന് പറഞ്ഞാൽ ഈ മുള്ളുള്ള ചെടികളെ എല്ലാം പറിച്ചു കഴിഞ്ഞിട്ട് കളർ ഒരുക്കണം. അതെല്ലാം ഒരു പ്രോസസ്സാണ്. അത് ഒരുക്കി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെടികളെയൊക്കെ നട്ട് കഴിഞ്ഞപ്പം അതിൽ ഫ്രൂട്ട്സ് ഉള്ള ചെടികൾ എന്ന് പറഞ്ഞാൽ പഴങ്ങളുള്ള ചെടികൾ, പൂക്കളുള്ള ചെടികൾ, ഇതൊക്കെ നടും. അതൊക്കെ വളർന്ന് പന്തലിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്കും നമ്മൾ ആരുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യുന്നവർക്കൊക്കെ അത് കിട്ടും എന്നാണ് വെപ്പ്. അതുകൊണ്ടാണ് ഈ നെഗറ്റീവ് ചിന്തകളെ പറിച്ചു കളഞ്ഞിട്ട് പോസിറ്റീവ് ചിന്തകളെ നമ്മൾ അവിടെ നടുന്നത്. ഇതെല്ലാം നമ്മൾ ഈ 6 ദിവസത്തെ ക്ലാസ്സിൽ ഇതെല്ലാം ചെയ്യും. ലൈഫ് ഈസ് ഫിസിക്കൽ ആൻഡ് മെറ്റാഫിസിക്കൽ. ജീവിതം എന്ന് പറയുന്നത് ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ ഫിസിയോളജി, ശരീരശാസ്ത്രം, ശരീരവും ഇത് ഫിസിക്കൽ എനർജി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫിസിക്കൽ എനർജിയും മെറ്റാഫിസിക്കൽ എന്ന് പറഞ്ഞാൽ സംതിങ് ബിയോണ്ട്, ശരീരത്തിന് അപ്പുറത്തുള്ളത്. അപ്പൊ ശരീരത്തിന്റെ ഭാഗമാണ് കേട്ടോ ബ്രെയിന്, അത് ഓർക്കണം. അപ്പൊ ഇതിനകത്ത് ഫിസിക്കൽ എനർജി എന്ന് പറയുന്നതിൻ്റെ അകത്ത് ബ്രെയിനിന്റെ എനർജിയും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ബ്രെയിനിന്റെ കൂടെ മൈൻഡൊക്കെ വരും. അപ്പൊ ബ്രെയിനിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് മൈൻഡ്. അപ്പോൾ മൈൻഡും ശരീരം എല്ലാം കൂടെ കൂടുന്നതാണ് ഫിസിക്കൽ എനർജി എന്ന് പറഞ്ഞത്. കാരണം തോട്ട് ബിക്കം തിങ്സ് എന്നല്ല പറയുന്നേ. അപ്പൊ തിങ് ആയിട്ടുള്ളതൊന്നും ഇതിനകത്ത് പെടുത്താൻ പോകും, അതെല്ലാം ശരീരത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഇതിൻ്റെയും അപ്പുറത്തുള്ളതാണ് മെറ്റാഫിസിക്കൽ, സംതിങ് ബിയോണ്ട് യുവർ തോട്ട്സ് ആൻഡ് ഫിസിക്കൽ റിയാലിറ്റി. അത് നമുക്ക് വാക്കുകളോടൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയല്ല. അറിഞ്ഞുകൂടെ, നിങ്ങൾക്ക് അറിയാവുക, ആത്മീയമായിട്ടുള്ള അല്ലെ ദിവ്യത്വം, ദൈവീക ശക്തി എന്നൊക്കെ പറയുന്നത് ഇച്ചിരി കൂടിയതാണ്. അതൊന്നും നമുക്ക് വാക്കുകൊണ്ട് പറഞ്ഞ് വിവരിക്കാൻ പറ്റുന്നതല്ല. കണ്ണുകൊണ്ട് കാണാനോ ചെവി കൊണ്ട് കേൾക്കാനോ ഒന്നും പറ്റുന്ന ഒരു സാധനമല്ല. പക്ഷെ അങ്ങനെ ഒരു എനർജി ഉണ്ട്. അതിന് നമ്മൾ മലയാളത്തിൽ ആത്മീയ എനർജി എന്ന് പറയും, അല്ലെങ്കിൽ മെറ്റാഫിസിക്കൽ എനർജി എന്ന് പറയും. ഇവിടെ ഒരു ഫാൻ ഉണ്ട്. ഈ ഫാൻ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ ആ ബ്ലേഡൊക്കെ സ്റ്റഡി ആയിട്ട് അവിടെ ഇരിക്കുക. ഇത് ഓടണമെന്നുണ്ടെങ്കിൽ ഇതൊരു വയറുണ്ട്, ഇത് ഇലക്ട്രിസിറ്റി ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓടാൻ തുടങ്ങും. അപ്പൊ ഇതാണ് ഒരു ശരീരത്തെയാണ് ഇത് സിഗ്നിഫൈ ചെയ്യുന്നത്. നമുക്ക് ശരീരമുണ്ട്. ആ ശരീരം ശരിക്ക് മെറ്റാഫിസിക്കൽ എനർജി വന്നെങ്കിൽ മാത്രമേ, ആത്മീയ ശക്തി വന്നെങ്കിൽ മാത്രമേ ആ തരത്തിൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യും, പക്ഷേ എങ്കിൽ മര്യാദയ്ക്ക് ശരിക്കുള്ള എനർജി വന്നിട്ടില്ലെങ്കിൽ കിടകിടകിടാന്നുള്ള ഒച്ചപ്പാടും ബഹളും എല്ലാം നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ശരിക്കുള്ള പ്രവർത്തനമായിരിക്കില്ല. അപ്പൊ ശരിക്കുള്ള പ്രവർത്തനം ഇതാണ്. ഇറ്റ് ഈസ് ലൈക്ക് എ ഫാൻ. വാട്ട് വി സീ ഈസ് ദ ഫിസിക്കൽ ബോഡി. മെറ്റാഫിസിക്കൽ എനർജി അല്ലെങ്കിൽ ആത്മീയ ഊർജം എന്ന് പറയുന്ന ദാറ്റ് ഈസ് ഇലക്ട്രിസിറ്റി. അപ്പോൾ our metaphysical energy is so low, like the electricity required to burn a 0-watt bulb. ഒരു 0-watt ബൾബ് കത്തിക്കാനുള്ള എനർജി മാത്രമേ നമുക്കൊക്കെ ഇപ്പോൾ ഉള്ളൂ.
എന്തുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്ലൈഡിലേക്ക് കടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. റീസൺസ് ഫോർ ലോ മെറ്റാഫിസിക്കൽ എനർജി. വായിക്കാം സർ. വായിച്ചു. Reasons for low metaphysical energy: anxiety, anger, sadness, tension, family issues, lack of interest, depression, learning disability, laziness, job issues, financial issues, lack of confidence, fear of death, time management issues, worry about diseases, fear of strangers, getting influenced by others, bad habits, loss of sleep, mobile addiction, suicidal tendencies, memory loss, irrational fear, lack of concentration, fear complex, mind reading. ഇങ്ങനെ തന്നെ പോകും. അതാ ഞാൻ കുറെ ഡോട്ട് ഇട്ടിരിക്കുക, ഇനി ബാക്കി എഴുതാൻ ഇടയില്ല, അതുകൊണ്ടാണ്. അപ്പൊ ഇങ്ങനെ കുറേ ഉണ്ട്. അപ്പൊ ഇതില് ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ മതി നമ്മുടെ മെറ്റാഫിസിക്കൽ എനർജി ഈ പറഞ്ഞ 0 വാട്ട് ബൾബ് കത്തിക്കാനുള്ളതുമായിട്ട് പോലും കാണുകയില്ല. അപ്പൊ ഇതിനെ എല്ലാം നമ്മൾ മൈൻഡ് മാസ്റ്ററി ഈ 6 ദിവസത്തെ ക്ലാസ് കൊണ്ട് ഇതിനെ എങ്ങനെ റിസോൾവ് ചെയ്യാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കൊടുക്കും. പിന്നെ റിസോൾവ് ചെയ്യണോ വേണ്ടെന്നുള്ള പാർട്ടിസിപ്പൻസ് തീരുമാനിച്ചാൽ മതി. അപ്പൊ അതിന് നമ്മൾ പല ടൂൾസ് ഉപയോഗിക്കും. ആ ടൂൾ ഉപയോഗിച്ചിട്ട് ഇത് എങ്ങനെയാണ് റിസോൾവ് ചെയ്യുന്നത്, ഇതിനെ ഇല്ലാതാക്കുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും. വേണമെങ്കിൽ തെറാപ്പിയും ചെയ്ത് കൊടുക്കും. അപ്പൊ അതാണ് നമ്മുടെ ക്ലാസ് നടക്കുന്നത്. അപ്പൊ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അതിൽ സഹകരിച്ച് ഈ പറഞ്ഞ ഈ ഇഷ്യൂസിൽ നിന്നെല്ലാം പുറത്ത് കടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഹൈ മെറ്റാഫിസിക്കൽ എനർജി ലെവലിലേക്ക് എത്തും. അങ്ങനെ എത്തിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ മൈൻഡ് മാസ്റ്ററി കൊണ്ടുള്ള ഗുണം നിങ്ങൾക്ക് പിന്നീട് കിട്ടത്തുള്ളൂ. മൈൻഡ് മാസ്റ്ററി എന്നുള്ളൊരു ക്ലാസ്സാണ്, 6 ദിവസത്തെ ക്ലാസ്സാണ്. ഈ 6 ദിവസം കൊണ്ട് സംഗതികൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നെ നിങ്ങൾ ഇതിനെ പ്രാക്ടീസ് ചെയ്തിട്ട് തുടർച്ചയായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് ചിലപ്പോൾ ഒരു 20 ദിവസമോ 25 ദിവസമോ 1 മാസമോ ഒക്കെ, അല്ലെങ്കിൽ ടിൽ യു ഗെറ്റ് ദ റിസൾട്ട്. ആ സമയം വരെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. റിസൾട്ട് എന്തായിരിക്കും? എന്ത് റിസൾട്ട് നിങ്ങൾക്ക് നന്നാകണം എന്ന് പറഞ്ഞാൽ ഇറ്റ് കവേഴ്സ് എവരിതിങ്. നല്ല വീട് പണിയണമെന്നോ, ഒരു ഡിഗ്രി എടുക്കണമെന്നോ, ഒരു PhD എടുക്കണമെന്നോ, അല്ലെങ്കിൽ മക്കളുടെ കല്യാണം നടത്തണമെന്നോ, ഭർത്താവിൻ്റെ കള്ളുകൂടി നിർത്തണമെന്നോ, ഇറ്റ് കുഡ് ബി എനിത്തിങ്. നല്ലൊരു ഇൻറ്റൻഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ഗുഡ് ഫോർ യു, ഗുഡ് ഫോർ യുവർ ഫാമിലി, ഗുഡ് ഫോർ ദ സൊസൈറ്റി ആൻഡ് ഗുഡ് ഫോർ ദ ഹോൾ വേൾഡ്. ഇതെല്ലാവർക്കും നല്ലതായിട്ടുള്ള ഡിസയറാണ് അല്ലെങ്കിൽ ഡ്രീമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അത് തീർച്ചയായിട്ടും നടന്നിരിക്കും. വില്ലിങ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് ഭരിക്കുള്ളൂ. സോ മൈൻഡ് മാസ്റ്ററി ഹെൽപ്സ് ടു റെഡ്യൂസ് നെഗറ്റീവ് തോട്ട്സ് ഫ്രം ദ സബ് കോൺഷ്യസ്. എവിടെ നിന്നാണ് സബ് കോൺഷ്യസ് മൈൻഡ്? അപ്പൊ നിങ്ങൾ ചോദിക്കും കോൺഷ്യസ് മൈൻഡ് ഇല്ലെന്ന്. കോൺഷ്യസ് മൈൻഡിൽ ഒന്നുമില്ല. ഉള്ളതൊന്നും അവിടെ ഇരിക്കുന്ന സാധനങ്ങളല്ല, ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഇപ്പൊ ദേഷ്യം വന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ദേഷ്യം പോകുന്നില്ല, ഒരു കുഴപ്പമില്ല. പേടി വന്നാലും കുറച്ച് കഴിയുമ്പോൾ അത് മാറിയിരിക്കും. ചിലപ്പോൾ 1 മണിക്കൂറോ, ചിലപ്പോൾ 1 ദിവസം, 2 ദിവസം, അങ്ങനെയാണ് നമ്മൾ സംവിധാനം ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ കോൺഷ്യസ് മൈൻഡ് ഒന്നും സ്ഥിരമായിട്ടിരിക്കുന്നില്ല. സ്ഥിരമായിട്ട് നിങ്ങൾ ഇരുത്തി കഴിഞ്ഞാൽ, ഇപ്പൊ ദേഷ്യം, നിങ്ങൾക്ക് ഒരു വ്യക്തിയോട് ഒരു ദേഷ്യം തോന്നി വെക്കുക, ആ ദേഷ്യം പോകാൻ നിങ്ങൾ സമ്മതിക്കുന്നില്ല നോക്കുക. ഏത് നേരം ആ മനുഷ്യനെ പറ്റി ചീത്തയായിട്ട് ചിന്തിച്ചിട്ട് അയാൾ നശിച്ചു പോകണം, അയാൾ ചീത്തയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഇങ്ങനെ സെൽഫ് ഏത് നേരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് പറയുന്നത് കോൺഷ്യസ് മൈൻഡിൽ ഇങ്ങനെ തന്നെ ഉറച്ച ആ തോട്ട് നമ്മൾ വെച്ചിരിക്കുക. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പം കോൺഷ്യസ് മൈൻഡിൽ അത് ഇരിക്കത്തില്ല, അത് നേരെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് വരും. അങ്ങനെയാണ് ഈ സബ് കോൺഷ്യസ് മൈൻഡ് മുഴുവൻ നെഗറ്റീവായിട്ട് ഫില്ലപ്പ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, കോൺഷ്യസ് മൈൻഡിൽ എന്തെങ്കിലും നെഗറ്റീവ് തോട്ട് വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അതിനെ പുറത്തേക്ക് എടുത്ത് കളയണം. അത് നിങ്ങൾക്ക് സ്വയം കളയാൻ പറ്റുന്നില്ലെങ്കിൽ എന്നെ പോലെയുള്ള ആൾക്കാരെ വിളിച്ച് പറഞ്ഞ് വി വിൽ ഹെൽപ്പ് യു ടു ഗെറ്റ് ഔട്ട് ഓഫ് ദാറ്റ്. സേറായിക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം വാട്ട് യു ഡിഡ് 2 days ബിഫോർ. ഞാൻ എങ്ങനെയാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്തത്?
ഒന്ന് പറഞ്ഞു. ഒരാഴ്ച മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട്, ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു. ഞങ്ങൾ ഹോസ്റ്റലിൽ 3 വർഷം ഒരുമിച്ച് ഒരേ മുറിയിൽ കിടന്ന 4 പേരിൽ ഒരാള്. അവള് ഒരു സ്ട്രോക്ക് ആയിട്ട് മരിച്ചു. അപ്പം 2 ദിവസം കഴിഞ്ഞ് അടക്കം ഉണ്ടായിരുന്നു. ഞാൻ അടക്കിന് പോയി. എന്ന് വെച്ചാൽ അതിന്റെ സെറിമണിക്കൊന്നും പോയില്ല. അതിന് മുമ്പ് അവിടെ വീട്ടിൽ വെച്ച് ബോഡി ഞങ്ങൾ 10 ഫ്രണ്ട്സോളം അവിടെ വന്നു കണ്ടു. അതൊക്കെ കഴിഞ്ഞു വീട്ടിൽ വന്നു. ഞാൻ അവിടെ വെച്ച് ഇത്തിരി ഒന്ന് കരഞ്ഞു. ഇവിടെ വന്ന് അപ്പൊ എനിക്ക് തോന്നി ഞാൻ ഹീൽഡ് ആയി എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് കുഴപ്പമില്ല, ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് ഞാനിപ്പം MA സൈക്കോളജി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഇയർ എക്സാം ആണ്. അപ്പോൾ അതിന് പഠിക്കാനുണ്ട്, വീട്ടിലെ കാര്യങ്ങളുണ്ട്, പല കാര്യങ്ങളുണ്ടല്ലോ നമുക്ക്. അപ്പൊ അതൊക്കെ യാന്ത്രികമായിട്ട് നടക്കുന്നു. പക്ഷെ ഈ പഠിത്തം മാത്രം അങ്ങോട്ട് നടക്കുന്നില്ല. മനസ്സിലിരിക്കുന്നുണ്ട്, പക്ഷെ പഠിക്കാൻ പറ്റുന്നില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഞാൻ തന്നെ ഡീൽ ചെയ്തിട്ട് എന്തോ കാര്യങ്ങൾ അങ്ങോട്ട് ശരിയാവുന്നില്ല. പിന്നെ ഞാൻ ഈ മരിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു അവരുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അത് ഞാൻ നോക്കിയില്ല. ഇനി അതൊക്കെ നോക്കി പള്ളിയിലെ ചടങ്ങ് അതൊക്കെ നോക്കി എന്നെ കൂടുതൽ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ അത് നോക്കിയില്ല. നോക്കണം എന്ന് തോന്നിയില്ല. പക്ഷെ പിന്നെ ഞാൻ സാറിനെ രാവിലെ വിളിച്ചു. ഒരു ദിവസം രാവിലെ, പിന്നെ ഞാൻ രാവിലെ എന്ന് തോന്നി, ഞാൻ സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ എനിക്ക് പഠിച്ചിട്ടൊക്കെ ഒന്നും ശരിയാവുന്നില്ല, കണക്കൊക്കെ തെറ്റിപ്പോവാ, ഇതാണ് സംഭവം, ഇത് മനസ്സിൽ നിന്ന് പോണില്ല, എപ്പോഴും അവളുടെ ഒരു പിക്ചർ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ സാർ എന്നോട് എനിക്ക് ഇത്രയും പ്രാക്ടീസ് ഉള്ളതും കൊണ്ടായിരിക്കാം സാറിന് വേഗം എനിക്ക് പറഞ്ഞു തരാൻ പറ്റി. സാറ് എന്റെ മനസ്സിനെയും എന്നെയും ഒന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറഞ്ഞു. അതുപോലെ എന്റെ മനസ്സിന് ഇറ്റ്സ് ഓക്കെ, സാഡ് ആയിരിക്കും, നമുക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാള് മരിച്ചു എന്ന് പറയുന്നത് ആക്ച്വലി റിയലി സാഡ്. മൈൻഡിനോട് പറ, ഓക്കെ യു ടേക്ക് യുവർ ടൈം. മൈൻഡിനോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓക്കെ യു ടേക്ക് യുവർ ടൈം, നിന്റെ കൂട്ടുകാരി മരിച്ചതല്ലേ, ഇച്ചിരി സമയം എടുക്കും, യു ടേക്ക് യുവർ ടൈം. പക്ഷെ എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഇപ്പം എനിക്ക് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ ചെയ്തേ പറ്റൂ, ഞാനത് ചെയ്തുകൊണ്ടിരിക്കും, ബട്ട് യു ടേക്ക് യുവർ ടൈം എന്ന് മൈൻഡിന് പെർമിഷൻ കൊടുത്തു. ദുഃഖിക്കാൻ ഒരു പെർമിഷൻ അങ്ങ് കൊടുത്തു മൈൻഡിന്. അതുവരെ ഞാൻ ഇച്ചിരി ബലം പിടിക്കായിരുന്നു, ഇല്ല നോക്കാൻ പാടില്ല, അത് വീഡിയോ നോക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ പെർമിഷൻ കൊടുത്തു. പക്ഷെ എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, എനിക്ക് പഠിക്കാനൊക്കെ ഉണ്ട്, ഞാൻ അത് ചെയ്യുമായിരിക്കും, യു ടേക്ക് യുവർ ടൈം. അങ്ങനെ ഞാൻ പെർമിഷൻ കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ നോക്കുമ്പോഴത്തേക്ക് എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് പതുക്കെ പതുക്കെ. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് കമ്പൈൻ സ്റ്റഡിക്ക് വിളിച്ചു. അപ്പൊ ഞങ്ങള് അനോവ എന്ന് പറയുന്ന ഒരു കാൽക്കുലേഷൻ ഉണ്ട് സ്റ്റാറ്റിസ്റ്റിക്സില്, അത് ചെയ്തു കഴിഞ്ഞപ്പം എല്ലാം തന്നെ ശരിയായി. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാൻ ആ വീഡിയോ ഞാൻ കാണണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്ന ചടങ്ങ്, ഈ പള്ളിയിലൊക്കെ ഉള്ള ചടങ്ങിന്റെ വീഡിയോ, അവസാനമായിട്ട് കല്ലറയിൽ കൊണ്ടുപോണ സീനും ഒക്കെ ഉണ്ടല്ലോ, അവരുടെ ഹസ്ബൻഡ് മക്കള് ഒക്കെ കരയണം ഒക്കെ, അതെല്ലാം കണ്ടു. ഒന്നും കൂടി ഒന്ന് കണ്ണൊക്കെ നിറഞ്ഞ് കണ്ടു. അത് കാണാനുള്ള ഒരു കാര്യത്തിലേക്ക് വന്നു. കണ്ടു കഴിഞ്ഞ് ഞാന് അന്നേരം ഒന്ന് സങ്കടം വന്നു. ഐ ഗേവ് പെർമിഷൻ ടു ക്രൈ ആൻഡ് ദെൻ ക്ലോസ് ദ വീഡിയോ. ആൻഡ് അതിനുശേഷം ഞാൻ നന്നായിട്ട് പഠിച്ചു എന്നുള്ളതാണ്. എനിക്ക് ഒത്തിരി പോർഷൻസ് കവർ ചെയ്യാൻ പറ്റി. ദിസ് ഇസ് ഹൗ ഐ ഡിഡ് ഇറ്റ്. സാറാണ് ആ സമയത്ത്, സാറിനെ വിളിക്കാൻ പറ്റി. സാർ അത് ഇങ്ങനെ ഒരു കാര്യം, ഈ ഒരാഴ്ച 6 ദിവസമേ ഉള്ളൂ മരിച്ചിട്ട് വിളിക്കുമ്പോൾ. 6 ദിവസം ശരിക്കും നമ്മൾ വലിയൊരു വേദനയിൽ ഇരിക്കേണ്ട ഒരു സമയമാണ്. വേദനയിലാണ് ഞാൻ, പക്ഷെ ഞാൻ അതിനെ അവോയ്ഡ് ചെയ്യുമായിരുന്നു. This is what happened. Okay, thank you, Sarah. Okay, mind mastery helps to reduce negative thoughts from the subconscious mind through various stress release methods. അപ്പൊ ഇപ്പൊ ഒരു മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്തത്. അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള മെത്തേഡിൽ കൂടെ നിങ്ങളിൽ, അതായത് പാർട്ടിസിപ്പൻസിന്റെ ഉള്ളിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സിനെയൊക്കെ, വികാരങ്ങളെയൊക്കെ നമ്മൾ എടുത്തുകളയും. അതിനുള്ള ടൂൾസാണ് നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞത്. എന്ത് ടൂളാന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. അതപ്പം മനസ്സിൽ വന്നപ്പോൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ആക്ച്വലി ഞാൻ സേറ വിളിച്ചപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ വാസ് ഗോയിങ് ടു പാല. അപ്പോൾ വഴി സൈഡിൽ ഒതുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എവിടെയോ സ്ഥലം കിട്ടിയോടത്ത് ഒതുക്കിയിട്ട്
കാറിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു കൊടുത്തതാണ് ഈ വക കാര്യങ്ങളൊക്കെ. എനിക്കൊന്നൊരു 5-8 മിനിറ്റ് സംസാരിച്ചു. ഞാനങ്ങ് പോവുകയും ചെയ്തു. വൈകുന്നേരം ഒരു മെസ്സേജ് കിട്ടി, സാർ ഐ ആം ഓക്കെ. ഇതാണ് അവിടെ സംഭവിച്ചത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇതിൽ ഏതാ ഉപയോഗിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡു നോട്ട് നോ. അപ്പം ഏത് തെറാപ്പികളും ഞാൻ ഉപയോഗിക്കുന്നത് ഇതിൽ ഏത് പെട്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സംഗതി നടക്കും അത്ര തന്നെ, നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പല മെത്തേഡ്സ് ഇവിടെ ടൂൾസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ഉള്ളത് ഫിസിയോളജി, സൈക്കോളജി, NLP, ലോ ഓഫ് അട്രാക്ഷൻ, സ്പിരിച്വൽ സയൻസ് ആൻഡ് ഹിപ്നോതെറാപ്പി. ഇതിൽ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ക്ലാസ്സിൽ നിങ്ങളുടെ ഇഷ്യൂസൊക്കെ എടുത്ത് കളയുന്നത്. മിക്കവാറും ഒരു 10-20 പേരൊക്കെ കാണുമായിരിക്കും. അതിപ്പോൾ എത്ര പേരുണ്ടെങ്കിലും എല്ലാവരുടെയും കൂടെ ദേഷ്യമുള്ളവരുടെ മൊത്തം ഒറ്റയടിക്കും എടുത്ത് കളയാൻ പറ്റും. സങ്കടമുള്ളവരുടെ പ്രത്യേകം ചെയ്യാൻ പറ്റും. കോമൺ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പ്രത്യേക ഓരോരുത്തരൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്യൂ എന്നോട് പറയേണ്ട ആവശ്യമില്ല. പറയാണ്ട് തന്നെ സാറേ എനിക്കൊരു ദേഷ്യമുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി. ആരോട് ദേഷ്യമുണ്ട്, എങ്ങനെയുണ്ടെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇതുപോലെ സങ്കടം അല്ലെങ്കിൽ വെറുപ്പ്, എനിത്തിങ്. അതാണ് മിക്കവാറും NLP ഉപയോഗിച്ചിട്ടുണ്ട്. NLP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അതെല്ലാം പെടും. എല്ലാ ഓളജികളെയും കൂടെ NLPക്ക് അത് കൊണ്ടുവരാൻ സാധിക്കും. NLP ഉപയോഗിച്ച് കഴിഞ്ഞാൽ കണ്ടന്റ് ഫ്രീ എന്ന് പറയും. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങളുടെ ഇഷ്യൂസ് ഒന്നും പറയണ്ട. പിന്നെ പൊതുവേ നമ്മളൊരു കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് നമ്മൾ ക്ലാസ് തുടങ്ങുന്നത്. പിന്നെ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും ഫീൽ ലൈക്ക് വൺ. അപ്പോൾ എല്ലാവരും കൂടെ ഒരു വി ആർ വൺ, ഒരു ഫീലിംഗ് ഓഫ് വൺനെസ് ഒക്കെ തോന്നി കഴിയുമ്പോൾ നമുക്ക് അവരുടെ ഭാഗത്തു നിന്നും കൂടെ ഒരു മെറ്റാഫിസിക്കൽ എനർജി കിട്ടിയിട്ട് ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ തന്നെ ഒരു ഹൈലി എനർജറ്റിക് ആയിട്ട് തോന്നും. അതുകൊണ്ട് ഒരുമാതിരി ഇഷ്യൂസൊക്കെ നമുക്ക് ഓപ്പൺ അപ്പ് ആകാൻ സാധിക്കും. ഈസി ആയിട്ട് എടുത്തു കളയാനും പറ്റും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. അതിന് ശേഷമാണ് നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ ക്ലാസ്സിൽ ഏതാണ്ട് ഒരു സാമ്പിൾ ചെയ്തില്ലെങ്കിലും അതിനെപ്പറ്റി സംസാരിച്ചായിരുന്നു. അപ്പോൾ അതും കൂടെ ചെയ്ത് ഒരു 6 ദിവസം എടുക്കും. പിന്നെ റെഗുലറായിട്ട് ചെയ്യേണ്ട കുറേ എക്സസൈസും തരും. ഇതെല്ലാം കൂടെ ചെയ്ത് കഴിയുമ്പോൾ ഒരു 6 ദിവസം കൊണ്ട് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടും നിങ്ങൾക്ക്. പിന്നെ ഗ്രാജുവലി നിങ്ങൾ ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ ചെയ്ത് ഒരു 10-20 ദിവസം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ സബ് കോൺഷ്യസ് മൈൻഡിൽ രജിസ്റ്റർ ചെയ്യും. പിന്നെ നിങ്ങളൊന്നും അറിയേണ്ട, കാര്യങ്ങൾ ഭംഗിയായിട്ട് നടന്നോളും. അതാണ് മൈൻഡ് മാസ്റ്ററിയുടെ ക്ലാസ്. ദി എൻഡ്.